ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. കാരണം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരുപക്ഷെ നിങ്ങൾക്കല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, +2 കഴിഞ്ഞു, റിസൾട്ട് വന്നു, റിസൾട്ടും വന്നു. പക്ഷെ ഇപ്പോഴും പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സിന് ഇപ്പോൾ അലോട്ട്മെന്റ് വച്ചിട്ട് കിട്ടാത്തവരുണ്ടാകും, അതല്ലെങ്കിൽ കൊടുക്കാൻ വിട്ടുപോയവരുണ്ടാകും, അല്ലെങ്കിൽ +2 വന്നിട്ട് എഴുതിയിട്ടും റിസൾട്ട് ഫെയിൽ ആയവരുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ പഠനം പാതി വഴിയിൽ വെച്ച് മുടങ്ങി നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. പക്ഷെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞുതരാം. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡിഗ്രിയാണ് നോക്കുന്നതെങ്കിൽ അതിൽ 2 വിഭാഗമായിട്ട് ഞാൻ തിരിക്കും. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫെയിൽ ആയില്ല, +2 അത്യാവശ്യം നല്ല മാർക്കോട് കൂടി അല്ലെങ്കിൽ കുറഞ്ഞ മാർക്കോട് കൂടി ജസ്റ്റ് പാസ്സൊക്കെ ആയിട്ട് വിജയിച്ചു, പക്ഷെ ഇതുവരെയും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ കേരളത്തിലെ തന്നെ ടോപ്പ് കോളേജുകളിൽ പലയിടത്തും ഇപ്പോഴും സീറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം BBA, BCA, BCom, അതുപോലെ തന്നെ ആഡ് ഓൺ സ്പെഷ്യലൈസേഷൻ ഓപ്ഷൻ ഇനി കേരളത്തിന് അകത്തല്ല പുറത്താണെങ്കിൽ മംഗലാപുരം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇത്തരത്തില് നിരവധി കോഴ്സുകൾ, അത് ഞാൻ ഈ പറഞ്ഞ മാനേജ്മെന്റ് കോഴ്സുകൾ മാത്രമല്ല, ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, BSc റിലേറ്റഡ് സൈക്കോളജി, ഫുഡ് ടെക്നോളജി, അതുപോലെ BSc ഡേറ്റാ സയൻസ്, അതുപോലെ തന്നെ BTech റിലേറ്റഡ് കോഴ്സുകളെല്ലാം ഇപ്പോഴും സീറ്റുകൾ ഉണ്ട്. മാനേജ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ വിത്തിൻ ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിമിറ്റഡ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇത് ജയിച്ചവരുടെ കാര്യമാണ്. ഇനി തോറ്റ +2 കഴിഞ്ഞു, നിങ്ങൾ ജയിച്ചിട്ടില്ല, തോറ്റു എങ്കിൽ പോലും ഡിഗ്രി പഠനം മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് BBA ഇന്റഗ്രേറ്റഡ് ഡിഗ്രി, അതായത് 3 വർഷത്തെ കോഴ്സാണ്, അതിലേക്ക് പോയിട്ട് ഏവിയേഷനും ലോജിസ്റ്റിക്സും ഉൾപ്പെടെയുള്ള ആഡ് ഓൺ കോഴ്സ് ഉൾപ്പെടെ ചെയ്ത് ഇതിനിടയ്ക്ക് നിയോസ് വഴി നിങ്ങളുടെ +2 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കൂടി അംഗീകൃതമായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് 3 ഇയർ BBA പ്രോഗ്രാമിലൂടെ ഡിഗ്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടും, നിയോസ് വഴിയുള്ള +2 പാസ്ഡ് സർട്ടിഫിക്കറ്റും കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ വാലിഡ് സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രിഫേർഡ് ലൊക്കേഷൻ, കേരളത്തിനകത്താണോ അല്ലെങ്കിൽ മംഗളൂരാണോ അല്ലെങ്കിൽ ബാംഗ്ലൂരാണോ എന്നും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും, ഇനി +2 തോറ്റവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസും, ഇനി +2 ഫെയിൽ ആയവർക്കാണ് എങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നും കംപ്ലീറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹോപ്പ് പോലെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഉപകാരപ്രദമാകുകയാണെങ്കിലും ആകട്ടെ. സോ മാക്സിമം ഷെയർ ചെയ്തോ. ഇത്തരത്തിൽ ജെന്യുവിൻ ആയിട്ട് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇതുവരെയും അഡ്മിഷൻ സെറ്റ് ആകാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ. ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നതാണ്. അതും ഇനി സമയമില്ല, ഈ പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ പലയിടത്തും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കണ്ട, ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.